ക്യാമറയിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു ഗ്രാഫ് പോലെ വെളുത്തൊരു ഡിസ്പ്ലേ കാണാറുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രോഗ്രസിൻ്റെയോ അല്ലെങ്കിൽ പ്രൈസ് ചാർട്ടിൻ്റെയൊക്കെ ഒരു ഗ്രാഫ് ഉണ്ടാക്കിയത് ഓർമ്മയുണ്ട്. അതേ രീതിയിലൊരു സാധനം നമ്മുടെ ക്യാമറയിൽ കാണാറുണ്ട്. ക്യാമറയിൽ ഇതിനെ വിളിക്കുന്ന പേര് ഹിസ്റ്റോഗ്രാം എന്നാണ്. നിങ്ങൾ എടുക്കാൻ പോകുന്നതിൻ്റെ അല്ല, എടുത്ത ചിത്രത്തിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് അതുവഴി നിങ്ങൾക്ക് കിട്ടുക. ആ ഗ്രാഫിൻ്റെ ഇടതുവശത്ത് കാണുന്നത് നിങ്ങൾക്ക് ഡാർക്ക്നെസ് ആണ് കംപ്ലീറ്റ്ലി. അവിടുന്ന് ഏറ്റവും വലതുവശത്ത് കാണുന്നത് കംപ്ലീറ്റ്ലി ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. ഒരു ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഡീറ്റെയിൽസ് ആണ്. ഡീറ്റെയിൽസ് ഏറ്റവും കൂടുതൽ വരുന്നത് മിഡ് ടോൺസിലാണ്. അതായത് ബ്രൈറ്റ് ആയിട്ട് സ്പോട്ടിൽ നമുക്ക് ഡീറ്റെയിൽസ് അധികം കാണാൻ പറ്റില്ല, ഏറ്റവും ഇരുട്ടായ സ്പോട്ടിലും ഡീറ്റെയിൽസ് അധികം കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ. ഒരു ഫോട്ടോയിൽ ഇപ്പോൾ മുഖത്തിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രോമക്കുത്ത്, അല്ലെങ്കിൽ അതേപോലെ ചെറിയ ചെറിയ ചെളിയുടെ പാടുകളും മുഖക്കുരുവിൻ്റെ പാടുകളും കണ്ണിൻ്റെ പുരികവും അതിൻ്റെ രോമവും മൂക്കിൻ്റെ പാലവും അതിൻ്റെ അങ്ങനെ മീശയുടെ ഓരോ രോമങ്ങളും അങ്ങനെ ഓരോ സാധനങ്ങളുമാണ് ഡീറ്റെയിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിൽ അതീവ ശക്തമായ ലൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റില്ല. അപ്പോൾ ഡീറ്റെയിൽസ് ആണ് ഒരു ചിത്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മിഡ് ടോൺസിലാണ് ഡീറ്റെയിൽസ് മുഴുവനും കിടക്കുന്നത്. അതായത് മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുക മിഡ് ടോൺസ്, ഒരു ഇടത്തരം വെളിച്ചം വീഴുന്ന ഒരു സ്ഥലത്തായിരിക്കും. അതായത് വെളിച്ചം തട്ടുന്ന സ്ഥലത്തും ആയിരിക്കില്ല, അതിൻ്റെ നിഴൽ വീണ സ്ഥലത്തും ആയിരിക്കില്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ, നിങ്ങൾ എടുത്ത ചിത്രത്തിൽ എത്രത്തോളം ഡീറ്റെയിൽസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശോധിക്കുന്ന ഒരു ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിൽ നിങ്ങളുടെ ഗ്രാഫ് ഇടതുവശത്ത് താഴെ നിന്ന് ആരംഭിച്ച് മധ്യത്തിലെത്തുമ്പോൾ അത് പൂർണ്ണമായും മുകളിലേക്ക് ഉയർന്ന് വീണ്ടും വലതുവശത്തെത്തുമ്പോൾ താഴെ വന്ന് തീരുന്ന ഒരു മലയാളത്തിലെ റാ അല്ലെങ്കിൽ ഒരു സൈൻ വേവിൻ്റെ ഹാഫ് പോലെയുള്ള ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഒരു മലയുടെ രീതിയിലുള്ള ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് മധ്യഭാഗത്ത് പൊങ്ങി രണ്ട് വശം താണിട്ട് കിട്ടുന്ന ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം ടെക്നിക്കലി പറയുകയാണെങ്കിൽ ആ ചിത്രത്തിൽ പരമാവധി ഡീറ്റെയിൽസ് ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ചില സമയത്ത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൻ്റെ ഗ്രാഫ് മുഴുവനായിട്ടും ഇടതുവശത്തേക്ക് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അതേപോലെ പല സമയങ്ങളിലും ഈ ഗ്രാഫ് പൂർണ്ണമായും വലതുവശത്തോട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ കണ്ടേക്കാം. ഇതിൻ്റെ അർത്ഥം ഒന്നുകിൽ വലതുവശത്തോടാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചിത്രം ഒരു പക്ഷേ കംപ്ലീറ്റ്ലി ഓവർ എക്സ്പോസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ചിത്രത്തിൽ ബ്രൈറ്റായ സ്പോട്ടുകൾ ഒരുപാടുണ്ടാവും. അതായത് പ്രകാശത്തിന് അല്ലെങ്കിൽ വെള്ള നിറത്തിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ട് എന്നാണ് ഈ ഗ്രാഫ് വലത്തോട്ട് കയറി നിന്നിട്ട് നിങ്ങളോട് പറയുന്നത്. ഇനി പൂർണ്ണമായിട്ടും ഇടതുവശത്തേക്കാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ചിത്രം അണ്ടർ എക്സ്പോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ചിത്രത്തിൽ കൂടുതൽ കറുപ്പിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളൊരു ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒരു ചോക്ക് കൊണ്ട് എന്തെങ്കിലും എഴുതിയിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ചോക്ക് കൊണ്ട് എഴുതിയത് മാത്രമാണ് അതിനകത്ത് വൈറ്റ് ഉണ്ടാവും, ബാക്കിയെല്ലാം തന്നെ ബ്ലാക്ക് ബോർഡിൻ്റെ ബ്ലാക്ക് കളറായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഹിസ്റ്റോഗ്രാം നിങ്ങളോട് പറയുന്നത് ഈ ചിത്രം ഒരു പൂർണ്ണമായും ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി ഗ്രാഫിനെ പൂർണ്ണമായും ഇടതുവശത്ത് പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ഗ്രാഫ് നിങ്ങൾക്ക് കാണിക്കുക. ഒരു പക്ഷേ ആ ചിത്രം വേറൊരു രീതിയിൽ അങ്ങനെ ഗ്രാഫ് കാണിക്കുന്ന ചിത്രം അണ്ടർ എക്സ്പോസ്ഡ് ആയിരിക്കും. എന്നാൽ ബ്ലാക്ക് ബോർഡിൻ്റെ കേസിൽ നമുക്ക് അത് കറുപ്പ് നിറത്തിൻ്റെ സാന്നിധ്യമാണ്. ക്യാമറയ്ക്ക് കറുപ്പ് നിറവും ഇരുട്ടും ഇത് തിരിച്ചറിയാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ വെളിച്ചവും വെള്ള നിറവും തിരിച്ചറിയാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വെള്ള നിറം വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രകാശം എന്നാണ് ക്യാമറ തിരിച്ചറിയുക. അതേപോലെ ഇരുട്ട് അല്ലെങ്കിൽ കറുപ്പ് നിറം വന്നു കഴിഞ്ഞാൽ അത് ഇരുട്ടാണ് എന്നാണ് ക്യാമറ തിരിച്ചറിയുക. അപ്പോൾ ബ്ലാക്ക് മോഡിൽ എഴുതിയ ഒരു സംഭവങ്ങൾ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നിങ്ങളുടെ ഗ്രാഫ് ഇടത്തോട്ടായിരിക്കും. അതേസമയത്ത് ആകാശത്തൂടെ പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ ഫോട്ടോ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ് പൂർണ്ണമായും വലതുവശത്തോട്ട് നീങ്ങിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അതിൽ ക്യാമറ പറയും നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൽ ഒത്തിരി വെളിച്ചം കടന്നു വന്നിട്ടുണ്ട്. ഒന്നുകിൽ അത് ഓവർ എക്സ്പോസ് ആവാം, അല്ലെങ്കിൽ അതിനകത്ത് വെള്ളയുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടാവാം. അപ്പോൾ സ്കൈ എന്ന് പറയുന്നത് കൂടുതലും നല്ല ബ്രൈറ്റായിട്ട് ഉണ്ടാവുന്നതാണ്. അതിൽ നമ്മുടെ പക്ഷി മാത്രമായിരിക്കും ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ക്യാമറയുടെ ടെക്നിക്കലി അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ധാരാളം വെളിച്ചത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗ്രാഫ് വലതുവശത്തോട്ട് കാണിക്കും. നമുക്ക് വേണ്ട ബെസ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇടതുവശത്ത് താഴെ നിന്ന് തുടങ്ങി മധ്യത്തിലെത്തുമ്പോൾ പൂർണ്ണതയിൽ മുകളിലോട്ട് ഉയർന്ന് വലതുവശത്തെത്തുമ്പോൾ ഏറ്റവും താഴെ വന്നിട്ട് അവസാനിക്കുന്ന റാ അക്ഷരം പോലെയുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ഏറ്റവും നല്ല ചിത്രത്തിന് അനുയോജ്യം. അതിനകത്ത് മിഡ് ടോൺസും ഡീറ്റെയിൽസും ഒത്തിരി ഉണ്ടാവും. ഓക്കെ, പരമാവധി നിങ്ങൾ
ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ നിങ്ങൾ എക്സ്പോഷറൊക്കെ കറക്റ്റാണ്, എന്നാലും നിങ്ങളുടെ ഗ്രാഫ് ഒരു പൊടിക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ ഓവർ നീങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ക്യാമറയിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് ആ ഗ്രാഫ് സെൻറ്ററിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുക, ശ്രമിക്കുക. പക്ഷേ അതുകൊണ്ട് അത് സെൻറ്ററിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല, അത് വെറും ഒരു റെഫറൻസ് മാത്രമാണ്. ഇനി നിങ്ങളുടെ ക്യാമറയിൽ എങ്ങനെയാണ് ഈ ഹിസ്റ്റോഗ്രാം ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നോർമലി ക്യാനൺ ക്യാമറയിലാണെങ്കിൽ ഡിസ്പ്ലേ ബട്ടൺ അല്ലെങ്കിൽ ഇൻഫോ ബട്ടൺ, ഈ 2 ബട്ടണിൽ ഏതെങ്കിലും പ്ലേ ബാക്ക് എടുക്കുക, എന്നിട്ട് ഡിസ്പ്ലേ ഇൻഫോ, ഈ രണ്ടിലേതെങ്കിലും ഒരു ബട്ടൺ. 90% കേസിലും ഇൻഫോ ആണ് കാണിക്കാറുള്ളത്. ഇൻഫോ ബട്ടൺ കണ്ടിന്യൂസ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി മാറിയിട്ട് അതിനകത്ത് ഹിസ്റ്റോഗ്രാമും ഒരു ഭാഗത്തും ഒരു ചിത്രം ചെറുതായിട്ടും ഹിസ്റ്റോഗ്രാം വലതുവശത്തും താഴെ എക്സിഫ് ഡാറ്റയും ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. ഇനി നിക്കോൺ ക്യാമറയിലാണെങ്കിൽ ചില നിങ്ങളുടെ നാവിഗേഷൻ കീയിലെ ആരോ കീ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ, അത് അപ്പ് ബട്ടൺ, നിങ്ങളൊരു പ്ലേബാക്ക് ഒരു ചിത്രം പ്രിവ്യൂ എടുക്കുക, പ്ലേബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ മുകളിലോട്ടുള്ള ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാമറയിൽ ഹിസ്റ്റോഗ്രാം ഡിസ്പ്ലേ ആവും. പക്ഷേ നിങ്ങളിപ്പോൾ പ്രസ് ചെയ്ത ചിലർക്ക് ഹിസ്റ്റോഗ്രാം കിട്ടുന്നില്ലായിരിക്കാം. ഇത് നിക്കോൺ ക്യാമറയിൽ ഡിഫോൾട്ടായിട്ട് ഹിസ്റ്റോഗ്രാം ഡിസേബിൾഡ് ആക്കിയിട്ടാണ് ക്യാമറ കമ്പനിയിൽ നിന്ന് വരാറുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് എനേബിൾ ചെയ്യണം. അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മെനുവിൽ പോവുക, മെനുവിൽ പ്ലേബാക്കിൻ്റെ ആ പേജിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാനുള്ള ഹിസ്റ്റോഗ്രാം, അതേപോലെ കളറിൻ്റെ ചാർട്ട്, അങ്ങനെ 4 ഹൈലൈറ്റ്സിൻ്റെ ഒക്കെ ആയിട്ട് 4 ടിക്ക് ബോക്സുകൾ കിട്ടും 4 ഐറ്റംസിന്. അതിൽ 4 ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ മെനു എക്സിറ്റ് ആയിട്ട് വീണ്ടും ഒരു പ്ലേബാക്ക് എടുക്കുക, എന്നിട്ട് മുകളിലോട്ടുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹിസ്റ്റോഗ്രാം കിട്ടും. ഇനി ഹിസ്റ്റോഗ്രാം എങ്ങനെയൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? 2 വിധത്തിലാണ് ഹിസ്റ്റോഗ്രാം ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുക. ഒന്നുകിൽ ഒരു ചിത്രത്തിലെ പ്രകാശത്തിൻ്റെ സാന്നിധ്യം, അതായത് അത് വെള്ള നിറത്തിലുള്ള ഒരു ഗ്രാഫായിരിക്കും കാണിക്കുക. ഇനി രണ്ടാമത് നമുക്ക് അതിൽ ഓപ്ഷൻ നമ്പർ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അതിൽ കളറിൻ്റെ സാന്നിധ്യമാണ്. 3 കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ, അതിലെങ്ങനെയാണ് മിക്സായി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ കൂടുതലും അതേപോലെ പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർക്കാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഒരു സാധാരണ രീതിയിൽ വരുന്ന ഫോട്ടോഗ്രാഫിൽ ഇത് വലിയൊരു പ്രാധാന്യം ഒന്നും തന്നെ ഉള്ള ഒരു കാര്യമല്ല ഹിസ്റ്റോഗ്രാം എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ ക്യാമറയിൽ, പലരുടെ ക്യാമറയിലും ചിലപ്പോൾ ഹിസ്റ്റോഗ്രാം കാണുമ്പോൾ ഇതെന്തായിരുന്നു സംഭവം എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.